അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിദേശ ജീവനക്കാർക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ IT മേഖലയിലുള്ള പ്രൊഫഷണലുകൾക്കും വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു പുതിയ ഇമിഗ്രേഷൻ നിർദ്ദേശവുമായി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുവരെ പുതിയ H1B L1 വിസ അപേക്ഷകൾ സമർപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തൊഴിലുടമ മാറുമ്പോഴോ മാത്രം ഈടാക്കിയിരുന്ന 9/11 റെസ്പോൺസ് ആൻഡ് ബയോമെട്രിക് എൻട്രി എക്സിറ്റ് ഫീ ഇനി വിസയുടെ കാലാവധി നീട്ടുന്നതിനുള്ള എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റേ അപേക്ഷകൾക്കും ബാധകമാക്കാനാണ് DHS നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം അന്തിമമായി പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കയിലെ നിരവധി പ്രമുഖ IT കമ്പനികൾക്കും അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വലിയ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ പുതിയ നിർദ്ദേശം? ആരെയൊക്കെയാണ് ഇത് ബാധിക്കുക? കമ്പനികൾക്ക് എത്ര അധികം ചെലവാകും? ഇന്ത്യക്കാരെ ഇത് എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് 9/11 റെസ്പോൺസ് ആൻഡ് ബയോമെട്രിക് എൻട്രി എക്സിറ്റ് ഫീ എന്ന് നോക്കാം. 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അമേരിക്കയിലെ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വിദേശ പൗരന്മാരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്ന സംവിധാനത്തിന്റെ ചെലവുകൾക്കുമായി രൂപീകരിച്ച പ്രത്യേക ഫീസാണിത്. നിലവിലുള്ള നിയമപ്രകാരം വലിയ ചില കമ്പനികൾ പുതിയ H1B അല്ലെങ്കിൽ L1 അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ അധിക ഫീസ് അടയ്ക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ DHS പുറത്തിറക്കിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം അതേ കമ്പനിയിൽ ജോലി തുടരുന്നതിനായി H1B അല്ലെങ്കിൽ L1 വിസയുടെ എക്സ്റ്റൻഷൻ പെറ്റീഷൻ സമർപ്പിക്കുമ്പോഴും ഈ ഫീസ് വീണ്ടും അടയ്ക്കേണ്ടി വരും. എല്ലാ കമ്പനികൾക്കും ബാധകമാണോ എന്ന സംശയമായിരിക്കും നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നത്. ഈ നിയമം എല്ലാവർക്കും ബാധകമല്ല. അമേരിക്കയിൽ 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികളിൽ അവരിൽ 50% പേർ H1B അല്ലെങ്കിൽ L1 വിസയിലുള്ളവരാണെങ്കിൽ മാത്രമാണ് ഈ ഫീസ് ബാധകമാകുക. ഇതാണ് പൊതുവെ 50-50 റൂൾ എന്നറിയപ്പെടുന്നത്. അതിനാൽ ചെറുകിട സ്ഥാപനങ്ങളെക്കാൾ വലിയ IT കൺസൾട്ടിംഗ് കമ്പനികളെയാണ് ഈ പുതിയ നിർദ്ദേശം കൂടുതലായി ബാധിക്കുന്നത്. നിർദ്ദേശപ്രകാരം എത്രയാണ് അധിക ഫീസ് ഈടാക്കുന്നത്? നമുക്ക് നോക്കാം. H1B എക്സ്റ്റൻഷൻ പെറ്റീഷന് ഓരോ അപേക്ഷകർക്കും $4000 അധികമായി നൽകേണ്ടി വരും. L1 എക്സ്റ്റൻഷൻ പെറ്റീഷന് $4500 അധികമായി നൽകണം. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഇത് ഏകദേശം 3.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ വരുന്ന അധിക ചെലവാണ് വരുത്തുന്നത്. ഇതുവരെ പുതിയ അപേക്ഷകളിൽ മാത്രം ബാധകമായിരുന്ന ഈ ഫീസ് ഇനി ഓരോ എക്സ്റ്റൻഷൻ പെറ്റീഷനും നൽകേണ്ടി വന്നാൽ കമ്പനികളുടെ ചെലവ് ഗണ്യമായി ഉയരും. ഇന്ത്യക്കാരെ എങ്ങനെ ഇത് ബാധിക്കുമെന്ന് നോക്കാം. ഈ നിർദ്ദേശം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ IT പ്രൊഫഷണലുകളെ ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. USCIS പുറത്തുവിട്ട 2025 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം അംഗീകരിച്ച H1B അപേക്ഷകളിൽ വലിയൊരു ശതമാനവും വിസ കാലാവധി നീട്ടുന്നതിനുള്ള അപേക്ഷകളായിരുന്നു. അവയിൽ ഭൂരിഭാഗം പ്രൊഫഷണലുകളും ഇന്ത്യക്കാരാണ്. അതായത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരിൽ വലിയൊരു വിഭാഗവും ഓരോ കുറച്ച് വർഷങ്ങൾ കൂടുമ്പോഴും H1B എക്സ്റ്റൻഷൻ വഴി ജോലി തുടരുന്നവരാണ്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഓരോ എക്സ്റ്റൻഷനിലും കമ്പനികൾക്ക് ആയിരക്കണക്കിന് ഡോളർ അധികമായി ചെലവഴിക്കേണ്ടി വരും. ഇത് ചില കമ്പനികളെ പുതിയ നിയമങ്ങളിലും വിസ പുതുക്കലുകളിലും കൂടുതൽ ജാഗ്രത പുലർത്താൻ പ്രേരിപ്പിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ഈ നിർദ്ദേശം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് വിദേശ തൊഴിലാളികളെ വൻതോതിൽ നിയമിക്കുന്ന പ്രമുഖ ടെക് കമ്പനികളെയാണ്. ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, മെറ്റ, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ഇൻഫോസിസ്, കോഗ്നിസന്റ്, HCL ടെക് പോലെയുള്ള കമ്പനികൾക്ക് വർഷം തോറും ലക്ഷക്കണക്കിന് ഡോളറിന്റെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തലുകൾ. നിലവിലെ സ്ഥിതി എന്താണെന്ന് കൂടെ ഒന്ന് നോക്കാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നിർദ്ദേശം ഇതുവരെ നിയമമായിട്ടില്ല. DHS മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രപ്പോസ്ഡ് റൂൾ മാത്രമാണ്. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫൈനൽ റൂൾ പുറത്തിറക്കിയ ശേഷമേ പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതിനാൽ നിലവിൽ H1B അല്ലെങ്കിൽ L1 വിസയിലുള്ളവർ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. എന്നാൽ ഈ നിർദ്ദേശത്തിന്റെ പുരോഗതി അടുത്ത മാസങ്ങളിൽ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടതാണ്. അമേരിക്കയിലെ വിദേശ തൊഴിലാളികളുടെ നിയമന നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ പുതിയ നിർദ്ദേശം ഇന്ത്യൻ IT മേഖലയെ എത്രത്തോളം ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിലാണ് വ്യക്തമാകുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അമേരിക്ക, കാനഡ, UK ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.